ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ചടപടയെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവണം. എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഫസ്റ്റ് നമുക്ക് അതിലേക്ക് ഇതിന് വേണ്ട കാര്യമാണ് ഒരു 5-6 ചെറിയ ഉള്ളി. അപ്പോൾ ഈ ചെറിയ ഉള്ളിയുടെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്, നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഈ ഒരു അളവിനാണ് ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാളയിലും തയ്യാറാക്കി എടുക്കാം. പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 5 പീസ് അളവിലെ വെളുത്തുള്ളി അല്ലിയും കൂടി. ഇതിപ്പോൾ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ്, അതിൻ്റെ പേരിലാണ് ഒരു 5 എണ്ണം എടുത്തിട്ടുള്ളത്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എടുക്കണം, കാരണം ഇതിലേക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എന്നാലും ഇത് വലിയ എരിവുള്ള വറ്റൽമുളകല്ല, നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വറ്റൽമുളക് തന്നെ ഒഴിവാക്കാൻ പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടി എരിവിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 2 വറ്റൽമുളകും കൂടി കൂടുതലായിട്ട് എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ തന്നെ ധാരാളം എരിവുണ്ടാവും ഈ 2 എണ്ണം ചേർക്കുമ്പോൾ തന്നെ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടി. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിലും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏത് സാമ്പാർ പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മുളകിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മുടെ ഈ സാമ്പാർ പൊടിയിൽ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ 2 വറ്റൽമുളക് മാത്രം ചേർത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് കേട്ടോ സാമ്പാർ പൊടി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ പറയുന്നതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ആകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് ഇത്രയും സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റാം. ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ ഈ ഉള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രം ലൈറ്റായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ കാണാമല്ലോ, നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായിട്ടൊന്ന് കാണാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു ചീനച്ചട്ടി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളൊന്ന് തയ്യാറാക്കി എടുത്തേക്കണം, എങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. കടുകിനോടൊപ്പം തന്നെ പിന്നെ ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. ഇനിയിപ്പോൾ ഈ ഉഴുന്നില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചേർത്തേക്കണം. കടുകിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഉഴുന്നും കൂടി ചേർക്കുമ്പോഴത്തേക്കും കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ട് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളിത് അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടും കൂടി ചേർക്കാം. നമ്മുടെ ഈ മസാല കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിൽ ഇതൊരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയുടെയും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് മാറിക്കിട്ടും. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല നമുക്ക്, കാരണം ഇത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മളൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം.
നമ്മളിതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകാൻ വേണ്ടി നിൽക്കണ്ട. കാരണം നല്ല തിക്കായിട്ടുള്ള ഒരു കറിയായിട്ടാണ് നമുക്കിത് വേണ്ടത്. കാരണം നമ്മൾ സാധാരണ ചമ്മന്തി പോലെ ദോശയുടെ പുറത്തേക്ക് എടുത്ത് ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കേണ്ടതല്ല. പകരം സൈഡിലേക്ക് വെച്ചിട്ട് അങ്ങനെ ദോശ തൊട്ട് കഴിക്കേണ്ട ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ ഈ കറി ഉള്ളത്. ഇനിയും വെള്ളം ചേർക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരല്പം പുളിവെള്ളം കൂടി. ഞാനിപ്പോൾ ചെറിയൊരു പീസ് അളവിൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്രയും കട്ടിക്കാണ് പുളിവെള്ളം എടുത്തിട്ടുള്ളത്. പുളിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പ് നമുക്ക് ഈ ഒരു സമയം ഇതുപോലെ ചേർത്താൽ മതിയാവും. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടി. നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും ഈ പുളിയും എരിവും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ബാലൻസ് ആവും. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് പറയുന്നതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം നമുക്ക് ആവുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കിച്ചണിൽ കയ്യെത്തും ദൂരത്തുള്ള സാധനങ്ങളാണ്. പെട്ടെന്ന് തന്നെ ചടപടേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഈ കറി വന്നിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത്രയും കട്ടിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ കറിക്ക് ഉണ്ടാവുന്നത്. ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മടിയുള്ള ദിവസങ്ങളിൽ ദോശയ്ക്കും ഇഡ്ലിക്കും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചെറുതായിട്ട് ഊഹിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും തയ്യാറാക്കി നോക്കി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.